കർത്താവ് യഥാസമയം തൻ്റെ മക്കൾക്ക് വേണ്ടത്, ആവശ്യമുള്ളത് നൽകുന്നു എന്നാ വചനം പറഞ്ഞേ. അപ്പൊ നമുക്ക് എന്താണ് ആവശ്യമെന്ന് ദൈവത്തിനറിയാം. നമ്മളിലൂടെ നവീനമായ ചില കാര്യങ്ങളിലേക്ക് നമ്മളെ ഒരുക്കാൻ, നമുക്ക് നല്ലതെന്നും നമുക്ക് നന്മയെന്നും തോന്നുന്ന ചില വിഷയങ്ങളെ ഒരുപക്ഷെ കർത്താവ് നമുക്ക് തരാതിരിക്കും. ഏതായാലും എന്നെക്കാളും ബുദ്ധിയുള്ളവനാണല്ലോ എൻ്റെ കർത്താവ്. അത് നമ്മൾ ഏതായാലും സമ്മതിക്കും. നമ്മളെക്കാളും ബുദ്ധിയുള്ളവനാണ് നമ്മുടെ ദൈവമെങ്കിൽ നമ്മൾ ചോദിച്ചിട്ടും നമ്മൾ യാചിച്ചിട്ടും നമ്മൾ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചിട്ട് ചില വിഷയങ്ങളിൽ ദൈവം ഇടപെട്ടില്ല എന്നോർത്ത് നമ്മൾ ആകുലപ്പെടുകയല്ല ചെയ്യേണ്ടത്. ദൈവത്തിൻ്റെ അനന്ത ജ്ഞാനത്തിൽ, ദൈവത്തിൻ്റെ ബുദ്ധിയിൽ ദൈവം നമുക്ക് വേണ്ടി കുറെ കൂടി ശ്രേഷ്ഠമായത് യഥാസമയത്തിന് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രഭാഷകന്റെ പുസ്തകം 39-ാം അധ്യായം 33-ാമത്തെ വചനത്തിൽ നാം വായിച്ചത്, കർത്താവിൻ്റെ പ്രവൃത്തികൾ ഉത്തമമാണ്, യഥാസമയം അവിടുന്ന് ആവശ്യങ്ങൾ നിറവേറ്റുന്നു. നമുക്കാണ് തോന്നുന്നത് ചിലതൊക്കെ വൈകിയെന്നൊന്നുമില്ല. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെടുകയും ചെയ്തവർക്ക് എല്ലാം നന്മയ്ക്കായി മാറ്റും. അപ്പൊ ചിലത് നമ്മൾ വിചാരിക്കും അയ്യോ ഇത് തിന്മയാണല്ലോ, ചിലത് നമ്മൾ വിചാരിക്കും അയ്യോ ഇത് മോശമാണല്ലോ, അയ്യോ നല്ലതല്ലല്ലോ, അയ്യോ ഇത് ഇങ്ങനെ സംഭവിച്ചല്ലോ, അയ്യോ അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ, അത് നടന്നിരുന്നെങ്കിൽ, ആ വിസയൊന്ന് കിട്ടിയിരുന്നെങ്കിൽ. ഞാൻ ചില പിള്ളേരുടെ അടുത്ത് പറയുന്നുണ്ട്, മക്കളെ വിസ കിട്ടാൻ വേണ്ടി നിങ്ങൾ ഇത്ര കണ്ടങ്ങട് ബലം പിടിക്കേണ്ട കാര്യമില്ല. കാരണം നീ ഇപ്പൊ വിസ കിട്ടി അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോ നിന്നെ പാപത്തിൽ വീഴിക്കാനുള്ള ചില സാധ്യതകൾ അവിടെ ഉണ്ടെന്നും, നീ ചെന്ന് കയറുന്ന കൂട്ടുകെട്ട് നിന്നെ പാപത്തിലേക്ക് നയിക്കുന്ന കൂട്ടുകെട്ടാണെന്ന് ദൈവം അറിഞ്ഞാൽ നിന്റെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമായിട്ട് നിന്റെ വിസ കർത്താവ് തരാതിരിക്കും. അപ്പൊ നമ്മൾ നോക്കുന്ന അയ്യോ എനിക്ക് വിസ കിട്ടിയില്ല അച്ഛാ, എനിക്ക് വിസ കിട്ടിയില്ല എന്ന്. എത്ര പിള്ളേർ പറഞ്ഞിട്ടുണ്ട്, അച്ഛാ ആ വിസ വൈകിയത് കൊണ്ട് എൻ്റെ കൂടെയുള്ള ഇപ്പൊ 2 പിള്ളേരുണ്ട്, ഞങ്ങൾ 3 പേര് ഒരുമിച്ച് താമസിക്കുന്നു. 3 പേര് നല്ല പ്രാർത്ഥനയുള്ളവരാ. ഞങ്ങൾ ഒരുമിച്ചാണ് വൈകിട്ട് സന്ധ്യാപ്രാർത്ഥന ചൊല്ലുന്നത്, ഞങ്ങൾ ഒരുമിച്ചാണ് ഈ സാഹചര്യത്തിലൊക്കെ ഒരുമിച്ചാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതും. പള്ളിയിൽ പോകാൻ പറ്റുന്ന സാഹചര്യങ്ങളൊക്കെ ഞങ്ങൾ പള്ളിയിൽ പോകുന്നുണ്ട്. കുമ്പസാരിക്കാൻ ഒരു സാഹചര്യം കിട്ടിയ 3 പേരും അതുപോലെ ഒരേ ആത്മാവിൽ ചലിക്കുന്നത് കൊണ്ട് കാര്യങ്ങൾ എളുപ്പമാണ്. പക്ഷെ 1 മാസം മുമ്പാണ് ഈ പങ്കുവെച്ച് പോകുന്നതെങ്കിൽ 2 മാസം മുമ്പ് അവൾ ആഗ്രഹിച്ചപ്പോഴാണ് പോരുന്നതെങ്കിൽ ചിലപ്പോ അവള് താമസിക്കാൻ കിട്ടിയ മുറിയിൽ ഈ പറയുന്ന കുട്ടികൾ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നമ്മളെക്കാളും ബുദ്ധിയുള്ളവനാണ് നമ്മളെക്കാൾ അറിവുള്ളവനാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് ദൈവം യഥാകാലം നമുക്ക് നന്മയായിട്ടുള്ളതേ ചെയ്യൂ.